ഹലോ ഗായ്സ്, അപ്പം പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കാറിന്റെയൊക്കെ മോഡിഫിക്കേഷന് ശേഷം അടുത്ത ഒരു ദിവസത്തിൽ അടുത്ത പ്ലാനുമായിട്ട് നാളെ പിന്നെയും വന്നിട്ടുണ്ട്. അപ്പൊ ഈ ദിവസം എന്റെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഫിഷ് ടാങ്ക് പണിയാനായിട്ടുള്ള ഒരു ഇതിലാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഈ ഫിഷ് ടാങ്കിന്റെ ആഗ്രഹം ഇങ്ങനെ ഉണ്ടായി. ടു ബി ഹോണസ്റ്റ് ഗായ്സ്, വാഴ 2 കണ്ടപ്പോഴത്തേക്കും പഴയ ഒരു നൊസ്റ്റാൾജിയൊക്കെ ഇങ്ങനെ അടിച്ചു പോയി. കാരണം പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന ടൈമിലൊക്കെ ഇങ്ങനെ ഫിഷിനെ വളർത്തുകയും യൂഷ്വലി ഗപ്പിയാണ് വളർത്താറ്. അത് വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ അമ്മ പറയും, ദാ ഊപ്പയെ മേടിച്ചുകൊണ്ട് വന്നെന്ന്. അങ്ങനെ കുറെ നാളൊക്കെ ആയപ്പോഴത്തേക്കും ഒരു +2 ഒക്കെ കഴിഞ്ഞു. ഇങ്ങനെ വേറെ കോഴ്സിലോട്ടൊക്കെ തിരിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ നോക്കാൻ ആരും ഇല്ലായിരുന്നു. മീൻ ഏറെക്കുറെയൊക്കെ കൊക്ക് കൊണ്ടുപോയി, കാക്ക കൊണ്ടുപോയി. പിന്നെ ചൂടൊക്കെ വന്നപ്പോഴത്തേക്കും വെള്ളം ഡ്രൈ ആയി, എൻ്റെ ഫിഷ് എല്ലാം പോയി. പിന്നെ ഒരു ടാങ്ക് ഉണ്ടായിരുന്നു, അത് പൊട്ടി. അത് കഴിയുന്നതിൻ്റെ ഇടയിൽ പൊട്ടി. അപ്പം ഞാൻ ഇങ്ങനെ നമ്മള് ക്യാഷ് കൊടുത്ത് മേടിച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഇന്റൻസിറ്റി നമ്മൾക്ക് കുറയും. അപ്പൊ ഞാൻ വിചാരിച്ചു വൈനോട്ട് നമുക്ക് ബിൽഡ് ചെയ്താൽ എന്താന്ന്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ഇങ്ങനെ വീഡിയോസും മറ്റ് യൂട്യൂബേഴ്സിന്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടിട്ട് ഒരു എന്താ പറയാ സെൽഫായിട്ട് നമുക്കൊരു ടാങ്ക് പണിയാലോ എന്നുള്ള ഒരു ഡിസിഷനിലെത്തി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് ആയിരുന്നു, ഗ്ലാസിന്റെ അവൈലബിലിറ്റി ആയിരുന്നു. അപ്പൊ സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ എന്തോ ചെയ്തു, ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എന്റെ കൊച്ചച്ഛൻ, അപ്പൊ പുള്ളിക്കാരന്റെ കയ്യിൽ ഒരു 5 mm തിക്നെസ് ഉള്ള ഗ്ലാസ് ഇരിപ്പുണ്ട്, 2 ഷീറ്റ്. അപ്പം ഒന്നും നോക്കിയില്ല, നേരെ വണ്ടി എടുത്തു, വീട്ടിൽ പോയി ഗ്ലാസ് എടുത്തിട്ട് നേരെ എന്റെ വീട്ടിൽ വന്നില്ല, നേരെ തന്നെ എന്തോ ചെയ്തു, നമ്മുടെ കരുനാഗപ്പള്ളിയിലുള്ള ഒരു ഗ്ലാസ് ഷോപ്പിൽ പോയി. MS ഗ്ലാസ് ഹൗസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ. അവിടെ ചെന്നപ്പോൾ വലിയ സപ്പോർട്ട്. പുള്ളിക്കാരൻ ഇങ്ങനെ, ഞാൻ വിചാരിച്ചു ആദ്യമേ ഇനി കൊണ്ടുചെന്ന ചിലപ്പം കട്ട് ചെയ്ത് തരാൻ ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ അവിടുന്ന് തന്നെ മേടിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചെങ്കിലും ബട്ട് ടു ബി ഹോണസ്റ്റ് 2 ചേട്ടന്മാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്നാ പിന്നെ ഗ്ലാസ് അവര് തന്നെ വരുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഞാൻ തന്നെ ഇത് സെൽഫായിട്ട് എടുക്കാൻ നോക്കിയിട്ട് ഒന്ന് സ്ക്രാച്ച് വീണു, കൈ ബ്ലഡ് കണ്ടു. അപ്പോഴേ ഞാൻ വിചാരിച്ചു എന്നാ ഇത് എന്തായാലും ഇറങ്ങി തിരിച്ചു നമുക്ക് അങ്ങ് ചെയ്യാന്ന്. അങ്ങനെ ഗ്ലാസ് ഞാൻ സെറ്റ് ചെയ്തു. ഗ്ലാസ് കട്ട് ചെയ്യുന്ന വീഡിയോസും വിഷ്വൽസും ഒക്കെ ഞാൻ കാണിക്കാം. സോ രണ്ടാമത്തെ നമ്മുടെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് സിലിക്കൺ നമുക്ക് ബോണ്ട് നമുക്ക് 3 തരം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് ബ്ലാക്ക് കളർ, ഒന്ന് ട്രാൻസ്പെറന്റ്, ഒന്ന് നോർമൽ. അപ്പൊ നമ്മൾ ട്രാൻസ്പെറന്റ് വാങ്ങിയിട്ടുണ്ട്. ട്രാൻസ്പെറന്റ് ഇതിന് വില വന്നിട്ട് നമുക്ക് 170 രൂപയായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗൺ വാങ്ങണം, സിലിക്കൺ ഗണ്ണ് നമ്മൾ വാങ്ങണം. അപ്പൊ ഇതാണ് നമ്മൾ മേടിച്ചിട്ടുള്ള ഗണ്ണ്. അപ്പൊ ഇതിനകത്ത് വില കിടക്കുന്നത് 403 രൂപയാണ്. ബട്ട് കടയിൽ നിന്ന് എനിക്ക് കിട്ടിയത് 250 രൂപയ്ക്കാണ് എനിക്ക് ഈ സാധനം കിട്ടിയത്. പിന്നെ നമുക്കൊരു മാസ്കിംഗ് ടേപ്പും കൂടെ വേണം. നമുക്ക് ഒരു 3 mm ഒരു മാസ്കിംഗ് ടേപ്പും കൂടെ വേണം. അതെന്തിനാന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ നമ്മുടെ ബിൽഡ് എന്തായാലും ഞാൻ തുടങ്ങാൻ പോവാ. വീടെത്താറായിട്ടുണ്ട്. അപ്പൊ വീടെത്തുന്നതിന് കുറച്ച് മുമ്പാണ് ഞാൻ ഈ വിഷ്വൽസ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ അക്വേറിയം മേക്കിംഗ് എന്താവുമെന്നൊന്നും എനിക്കറിയത്തില്ല. സക്സസ് ആവുകയാണെങ്കിൽ ഈ വ്ലോഗ് നിങ്ങൾ കാണും, അല്ലെങ്കിൽ എന്താവുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് ഗ്ലാസ് പ്രിപ്പറേഷൻ അല്ലെ അക്വേറിയം പ്രിപ്പറേഷനിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, ഇതുണ്ടല്ലേ, ഇതിന്റെ സൈഡ് മൊത്തം ഇപ്പൊ അഴുക്കാണ്. കുറെ നാള് അവിടെ യൂസ് ഇല്ലാതിരുന്നല്ലേ. അപ്പൊ ഇതിന്റെ സൈഡ് മൊത്തം അഴുക്കാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ സാധനം നമ്മൾ നല്ല വൃത്തിയിൽ കഴുകിയെടുക്കുക. കഴുകുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് കഴുകുക. പിന്നെ അധികം കെമിക്കൽസ് ഒന്നും യൂസ് ആക്കാതെ. ഞാൻ സത്യത്തില്ല ഇതേ കണക്കൊരു സ്ക്രബ്ബറാണ് എടുത്തത്. സ്ക്രാച്ച് വീഴാതെ നോക്കണം മാക്സിമം. ഇതൊക്കെ സൂക്ഷിച്ച് ചെയ്യണം. കുഞ്ഞു പിള്ളേർ ആരെങ്കിലും ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചേട്ടന്മാരുടെയോ അച്ഛന്മാരുടെയോ ഒക്കെ സഹായം ചോദിച്ചിട്ട് ചെയ്യണം. കാരണം കൈ മുറിയാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. അതാണ്ട് ഇവിടെ മുറിഞ്ഞേക്കുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ ഗ്ലാസ് കണ്ട എന്ത് വൃത്തിയായെന്ന് നോക്കിയേ. അടിപൊളിയല്ലേ. പൊന്നു ഗായ്സ്, ഒന്നും പറയണ്ട. നമ്മുടെ സൈഡ് 2ഉം ബേസും പിന്നെ അതുകൊണ്ട് 2 എണ്ണം ഇരിക്കുന്നു. ആ 2 എണ്ണം ഒരു ഗ്ലാസ് ഇതിനകത്ത് 10 പോലുമില്ല, അത്രയ്ക്ക് ക്ലിയർ ആണ്ടെ. സൈഡ് 2ഉം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പണിപ്പുരയിലോട്ട് പോവാം. നമ്മൾ സൈഡിൽ വെക്കേണ്ട ഗ്ലാസ് ബാക്കിയെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇനി ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബേസിക് ഇല്ല, എന്നാലും നമുക്ക് നോക്കാം. ബേസ് ഗ്ലാസ് നമ്മൾ നിലത്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഔട്ട്ഡോർ ഇടുന്ന ഒരു ചവിട്ടി എടുത്തിട്ടിട്ടുണ്ട്. കാരണം നല്ല സോഫ്റ്റ് മെറ്റീരിയലാണിത്. അപ്പം ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കയ്യിൽ നിന്ന് പാളിപ്പോകാതിരിക്കാൻ വേണ്ടി, പാളിപ്പോയാലും സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. എന്തരാവോ എന്തോ. ഇതാണ് നമ്മൾ മേടിച്ച ഗണ്ണ്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനില്ലേ,
ഈ ഒരു പോർഷൻ പ്രസ് ചെയ്യുക, ഇത് ബാക്കിലോട്ട് പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ ആക്കുന്നതിനനുസരിച്ച് ഇത് സാധനം ഇങ്ങനെ പോകും. അപ്പോൾ ഇത് ഞെക്കുക, ഇങ്ങോട്ട് പിടിച്ച് വെക്കുക. പിന്നെ ഈ എൻഡ് വന്നിട്ട് ഇത് നമ്മൾ മേടിക്കുമ്പം ഈ ടിപ്പ് അടച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഈ ടിപ്പ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതാ ഈ പോർഷനില്ലേ, ഇത് ഇതിൻ്റെ കൂടെ തന്നെ കാണും. ഇത് നല്ല ടൈറ്റായിട്ട് മുറുക്കി വെക്കുക. ഓക്കെ, ഇത് എന്നിട്ട് എടുത്ത് നൈസായിട്ട് ഇതിനകത്തോട്ട് ഇറക്കി വെക്കണം. ഇതാണ് ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഒന്ന് പ്രസ് ചെയ്താൽ അങ്ങോട്ട് നീങ്ങും. കണ്ടോ, ഇപ്പോൾ പൊട്ടിയിട്ടുണ്ട്. ഈ ടിപ്പിലിപ്പോൾ വരും. കണ്ടോ, ഇതാണ് സംഭവം. ഇതിൻ്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മേളത്തെ പോർഷനിൽ ഇത് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഗ്ലാസ് കമത്തി അതിൻ്റെ പുറത്ത് വെക്കുക. അതാണ് പ്ലാൻ. ഓക്കെ, ക്യാമറ പിടിക്കാൻ ആരുമില്ല, അതുകൊണ്ട് ചെയ്തതിന് ശേഷം കാണിക്കുക. ആദ്യത്തെ കടമ്പ കഴിഞ്ഞിരിക്കുന്നു. അസിസ്റ്റൻ്റ് ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ ജോയിൻ്റ് ആക്കി വെച്ചു. ഇവിടെ നമ്മൾ മാസ്കിൻ ടേപ്പൊക്കെ ചെയ്തു. ഇനി ഈ 2 സൈഡും കൂടെ നമ്മൾ കവർ ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ ഈ ഒരു പോർഷനും കൂടെ ഫില്ല് ചെയ്യണം രണ്ടാമത്. അപ്പോഴത്തേക്കും ഒന്ന് സെറ്റാകും. അസിസ്റ്റൻ്റ് നമ്പർ 3 പറഞ്ഞ പോലെ തന്നെ ഗൈസ്. അത് രണ്ടും കഴിയുമ്പോഴത്തേക്കും എന്താണ്ടേ ബ്ലഡ് കണ്ടു. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ 3 സൈഡായിരിക്കുന്നു ഗൈസ്. അയ്യോ, ഇനി ഈ ഗ്ലാസും കൂടെ എടുത്ത് സൈഡിൽ വെക്കുക. നല്ലപോലെ നമ്മളിവിടെ സിലിക്കൺ അടിക്കണം കേട്ടോ. സിലിക്കൺ ഇത് ട്രാൻസ്പെറൻ്റ് ആണ്, അങ്ങ് പൊക്കോളും. അത്യാവശ്യം മാഞ്ഞു, അവിടെയൊക്കെ നല്ലപോലെ അടിച്ചിട്ടുണ്ട്. അത് നേരത്തെ അടിച്ചുകൊണ്ട് ഉണങ്ങിയതാണ്. ഇത്ര ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പണി അറിയാത്തവൻ അക്വേറിയം പണിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അങ്ങനെ ആയിട്ടുണ്ട് ഗൈസ്. ഒന്നും പറയാനില്ല. നമ്മൾ തന്നെ ചെയ്തുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല. മാസ്റ്റർ പീസ് ആയിട്ടുണ്ട്. എഡ്ജൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്ന കണ്ണുമ്പോൾ അറിയാമല്ലോ ഹൈ പ്രൊഫഷനാന്ന്. പ്രൊഫഷണലി നമ്മൾ ചെയ്തതാണെന്ന്. ഇനി അകത്തൊന്ന് ഇത് ചെയ്യാനുണ്ട്. അതുകൂടെ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ്. അപ്പം വീഡിയോ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. അക്വേറിയം മേഖലയെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാണ് സത്യം പറഞ്ഞാൽ ഇത് ചെയ്യാനായിട്ട് ഇറങ്ങി നിന്നെ. ഇനി ഇതിൻ്റെ ഒരു വീഡിയോ എന്തായാലും 2 വീക്സ് 3 വീക്സിനകത്ത് ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് ഇത് ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് അടിക്കുക. ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പുഷ് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം ഓക്കെ ഗൈസ്, ബൈ വിത്ത് ലവ്. അങ്ങനെ നീണ്ട വർക്കിന് ശേഷം ടാങ്ക് ആക്കിയിട്ടുണ്ട്. ടാങ്ക് മാസ്കിൻ ടേപ്പ് അടിച്ച് വെച്ചേക്കുക ഉണങ്ങാൻ. ഇനി 2 ദിവസത്തേക്ക് അനങ്ങാതെ ഇങ്ങനെ ഇരിക്കണം. എങ്ങനെയുണ്ട് നമ്മുടെ സ്ക്രാപ്പ് ടു ട്രഷർ പണിയുടെ 1 2 3 4